നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം മാനയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം നമ ശിവായ. ബജ്രംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഇടവരാശിയെക്കുറിച്ചാണ്. ഇടവരാശി എന്ന് പറയുമ്പോൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, അര ഈ 2.25 നക്ഷത്രം വരുന്ന ഈ ഇടവരാശിക്കാർക്ക് ഈ 2025 വരുന്ന രാശി മാറ്റങ്ങൾ കൊണ്ട് വരുന്ന ഗുണദോഷ ഫലങ്ങളെയാണ് ഇവിടെ പറയുന്നത്. കാർത്തിക മുക്കാല്, അതായത് സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തികയിൽ ജനിക്കുന്നവർക്ക് വളരെ കാലമായി തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അനുകൂലമാകുകയും അതുപോലെ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ അവർക്ക് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് വളരെയധികം ഉത്സാഹവും അംഗീകാരവും കിട്ടുകയും ചെയ്യും. അതുപോലെ രാഹുവിൻ്റെ മാറ്റം 10 നിന്ന് 9 ആവുന്നതുകൊണ്ട് ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് രാഹുവിന് വിളക്ക് വയ്ക്കുന്നതും ശൈവനാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുന്നതും അതുപോലെ അലങ്കാര വസ്തുക്കളായ മഞ്ഞപ്പൊടി, പട്ട് മുതലായവ നൽകുന്നതും കരിക്ക് സമർപ്പിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും. പിന്നെ കേതുവിൻ്റെ മാറ്റം ചിങ്ങം രാശിയിലായതുകൊണ്ട് അവിടെ ഗണപതി പ്രീതി വരുത്തുന്നത് വളരെ ഗുണകരമായിരിക്കും. വെള്ളിയാഴ്ച തോറും ഗണപതിക്ക് നെയ്വിളക്ക് വയ്ക്കുക, കർഗമാല ചാർത്തുക, അതുപോലെ നാരങ്ങമാല ചാർത്തുക എന്നീ വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ അവർക്ക് തടസ്സങ്ങളെല്ലാം മാറിയിട്ട് കാര്യങ്ങൾ ഗുണകരമായി വരും എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തതായിട്ട് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് സ്ഥാനഭ്രംശം, സ്ഥാനചലനം, അതായത് ചെയ്യുന്ന തൊഴിൽ മാറി വേറെ പുതിയ ജോലി കിട്ടാനും അതുപോലെ ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങൾ വരാനും എല്ലാം ഒരു ഗുണകരമായ ഒരു അന്തരീക്ഷമാണ് വരാൻ പോകുന്ന ഈ രാശി മാറ്റം കൊണ്ട് അവർക്ക് വരുന്നത്. അതുപോലെ അവർ നാഗക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും കരിക്ക് നൽകുന്നതും അതുപോലെ നൂറും പാലും അവരുടെ ജന്മനക്ഷത്രം തോറും നൽകുന്നത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ അടുത്ത നക്ഷത്രമായ മകീര നക്ഷത്രം, മകീരത്തിൽ അര, ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഗുണകരമായ മാറ്റമാണ് വരാൻ പോകുന്നത്. അവർക്ക് ധനപരമായ നേട്ടങ്ങളും ചെയ്യുന്ന കർമ്മങ്ങളിൽ മാറ്റങ്ങളും അതുപോലെ അവർക്ക് നാഗപ്രീതി വരുത്താനായിട്ട് നാഗക്ഷേത്രത്തിൽ മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നതും തേൻ സമർപ്പിക്കുന്നതും ഇളനീര് സമർപ്പിക്കുന്നതും അതുപോലെ വെളിച്ചെണ്ണ വിളക്ക് സമർപ്പിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും. അതുപോലെ ഗണപതിക്ക് പായസം, അപ്പനിവേദ്യം എന്നിവ നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും. പൊതുവെ പറഞ്ഞാൽ ഇടവരാശിക്കാർക്ക് ഈ രാശി മാറ്റം കൊണ്ട് പൊതുവെ ഗുണകരമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഇനി അടുത്ത മിഥുനം രാശിയെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.